കരളിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രാണായാമം തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്നു പറഞ്ഞത്. നമ്മുടെ മനസ്സിനെയൊക്കെ ശാന്തമാക്കി വെക്കുന്നതിന് ആ മൂഡ് സ്വിങ്സും ഷോർട്ട് ടെമ്പർമെന്റും ഇടയ്ക്കിടയ്ക്ക് കൂടെ ദേഷ്യം വരിക, ഇറിറ്റേറ്റഡ് ആവുക, റെസ്റ്റ്ലെസ് ആവുക, ഇതൊക്കെ നിയന്ത്രിക്കുന്നതും കരളിന്റെ പ്രവർത്തനത്തിന് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. കരളിന്റെ പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നതിന് അർദ്ധമത്സ്യേന്ദ്രാസനം, ഭുജംഗാസനം, ധനുരാസനം ഇതൊക്കെ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്നതാണ്. പിന്നെ പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ, ആൽക്കഹോളും പാൻ ച്യൂയിങ്ങും സ്മോക്കിങ്ങും ഒക്കെ പൂർണ്ണമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ഒഴിവാക്കേണ്ടതാണ്. മദ്യം ഒഴിവാക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിനാഗിരിയുടെ ഉപയോഗവും ഒഴിവാക്കാവുന്നതാണ്. കരളിനെ മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമായ ചില പൊടിക്കൈകളാണ് മുൻപ് പറഞ്ഞ പോലെ കറ്റാർവാഴപ്പോള നീര് കഴിക്കുന്നതും നെല്ലിക്ക ജ്യൂസ് കഴിക്കുന്നതും, അതുപോലെ നെല്ലിക്ക തേനിലിട്ട് വെച്ചിട്ടുള്ള തേൻ നെല്ലിക്ക ഇത് പതിവായിട്ട് കഴിക്കുന്ന നല്ലതാണ്. മഞ്ഞൾ ഇടിച്ചു പിഴിഞ്ഞ് സ്വരസം എടുത്ത് അതിൽ തേൻ ചേർത്ത് കഴിക്കാം. ആര്യവേപ്പില ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം കുളിക്കാനായിട്ട് എടുക്കാം, അത് ഉള്ളിലേക്ക് കുടിക്കാനായിട്ടും എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് കുടിക്കാനുള്ള വെള്ളം തയ്യാറാക്കുമ്പോൾ മല്ലിയോ ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ പിത്തദോഷത്തെ ശമിപ്പിക്കുന്നതിന് സഹായകരമാണ്.